കുഴമ്പ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക വറ്റലാണ് എടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക കൊണ്ടാട്ടം വെച്ചിട്ടുള്ള കുഴമ്പാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതൊരു 1/4 കപ്പ് വെണ്ടയ്ക്ക കൊണ്ടാട്ടം, പിന്നെ ഒരു 1/4 കപ്പ് ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാടങ്ങ് ചതച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് ചതച്ച വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിഴിഞ്ഞിട്ട് ആ നീരെടുക്കണം. ഒരു തക്കാളി പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒട്ടും അധികം പുളിയില്ലാത്ത തക്കാളി അത്. ഇനി അതും ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടിയിട്ട് ജ്യൂസ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില, ഒരു 3 വറ്റൽമുളക് മുറിച്ചത്. ഈ വെണ്ടയ്ക്ക കൊണ്ടാട്ടത്തിന് പകരം ചുണ്ടയ്ക്ക വറ്റലെടുക്കാം. ഇതാണ് കേട്ടോ ചുണ്ടയ്ക്ക വറ്റൽ. ഇത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മണത്തക്കാളിയുടെ വറ്റലെടുക്കാം, അല്ലെങ്കിൽ പാവയ്ക്ക വറ്റലെടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈ വെണ്ടയ്ക്ക വറ്റലിൻ്റെ കൂട്ടത്തിൽ ഒരു 2 കൊണ്ടാട്ട മുളകും കൂടി ഇടുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക്. നമുക്കതും കൂടി ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ കറി വയ്ക്കാം. ഇത് ഇത്രയും താളിക്കാനുള്ള ഐറ്റംസാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ മസാല വേണം. സാധാരണ നമ്മൾ വറ്റൽക്കുഴമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിമെയ്ഡ് മസാല, വറ്റൽക്കുഴമ്പ് മസാല എന്ന് പറഞ്ഞിട്ട്, വറ്റൽക്കുളമ്പ് മസാല എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇന്നിപ്പോൾ ഞാൻ റെഡിമെയ്ഡ് മസാല അല്ല ഉപയോഗിക്കുന്നത്, അല്ലാതെ തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. മാക്സിമം നല്ലെണ്ണ തന്നെ എടുക്കാൻ നോക്കുക. നല്ലെണ്ണ ടേസ്റ്റ് മണമൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. വറ്റൽക്കുഴമ്പിൻ്റെ ആ ഒരു മണം കിട്ടുന്നത് നല്ലെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാം. ചൂടായി. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഈ വറ്റലുണ്ടല്ലോ, ഇതിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്ത് മാറ്റി വെക്കാം. എണ്ണ കുറവാണെങ്കിൽ ഇത്തിരിയും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ചൊരു ടീസ്പൂൺ എണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ചുവന്ന മുളകും കറിവേപ്പിലയും, ചെറിയ ഉള്ളി, വെളുത്തുള്ളി. ഇതിലേക്ക് വറുത്തെടുത്ത് വെച്ചിരുന്ന കൊണ്ടാട്ടം വെണ്ടയ്ക്ക വറ്റൽ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ. ഇനി മസാല നല്ലോണം ഒന്ന് ഫ്രൈ ആവണം, മൂത്ത് വരണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് തക്കാളിയുടെ പേസ്റ്റ്, ഒരു തക്കാളി നമ്മൾ പുഴുങ്ങിയിട്ട് തോല് കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ പേസ്റ്റ്, പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ നീര്. ഇത്ര ആയതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം വേണ്ട. വറ്റൽക്കുഴമ്പ് എന്ന് പറയുമ്പോൾ നല്ലോണം ഒരു കുറുകിയ ഒരു കറി അത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വറ്റി വരണം. ഈ കൊണ്ടാട്ടത്തിൽ ഉപ്പുള്ളത്, അപ്പോൾ അത് നല്ലോണം തിളച്ചിട്ട് ഉപ്പ് നോക്കിയതിന് ശേഷം എത്ര ഉപ്പ് വേണമെന്ന് വെച്ചാൽ അന്നേരം ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ചതിന് ശേഷം ആവശ്യമുള്ളത് പിന്നെ ഇട്ട് കൊടുക്കാം. പുളിയും ഉപ്പും തക്കാളിയൊക്കെ ഒഴിച്ചു കൊടുത്തല്ല, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം തിളച്ചിട്ട് വറ്റി വരുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഇറക്കി വയ്ക്കാം. വറ്റൽക്കുഴമ്പ് വറ്റി ഏകദേശം പാകത്തിനായിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തതിൻ്റെ വെള്ളത്തിൻ്റെ പകുതി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പ് വേണം. ഉപ്പ് ചുണ്ടയ്ക്ക വെച്ചിട്ടാണ് വറ്റൽക്കുഴമ്പ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ഇട്ട് കൊടുക്കേണ്ടി വരും. കുറച്ചും കൂടി പുളിയും
കൊടുക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ആ ചുണ്ടയ്ക്കൊക്കെ ഒരു ചെറിയ കയ്പ്പുണ്ട്. അപ്പം ഇത്ര ആയിരിക്കില്ല, ടേസ്റ്റ് അനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് ഇപ്പം തിളച്ചുകൊണ്ടിരിക്കുകയല്ല, ഇതിപ്പോൾ തണുത്ത് കഴിയുമ്പം നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറിലാവും ഇത്. എന്നിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം.